എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മരമുല്ലയെക്കുറിച്ചാണ് പറയുന്നത്. ഓറഞ്ച് ജാസ്മിൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ശാസ്ത്രീയ നാമം മുരയ്യ പാനിക്കുലേറ്റ. പലരും പല പേരുകളാണ് ഇതിന് പറയുന്നത്. ചൈന ബോക്സ്, കാട്ടുമാവ് എന്നെല്ലാം പറയാറുണ്ട്. ഓറഞ്ച് ജാസ്മിൻ ഇതിൻ്റെ പൂവുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കായകളെല്ലാം ഒരു ചുവന്ന നിറത്തിൽ കായകൾ കാണാനും മനോഹരമാണ്. വളരെ ചെറിയ കായകൾ, ചെറി പോലെയുള്ളത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. മഴക്കാലത്തും അതിനുശേഷവും കൂടുതൽ പൂക്കൾ ഉണ്ടാകും. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വേനൽക്കാലത്ത് പെട്ടെന്ന് പൂവുണ്ടാവും. അതിൻ്റെ താഴെ പൂക്കൾ വീണ് കിടക്കുന്നത് കാണാനും വളരെ മനോഹരമാണ്. പൂക്കളുടെ സുഗന്ധം വളരെ ആസ്വദിക്കാൻ പറ്റിയതാണ്. അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമാകുന്ന ഒരു സുഗന്ധമാണ്. ജാസ്മിൻ വർഗത്തിൽപ്പെട്ടതാണല്ലോ, മുല്ലപ്പൂക്കളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും ഇതിനൊരു കുഴൽ പോലെയൊക്കെയാണ് അതിൻ്റെ ആകൃതി. ശരിക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പൂക്കൾ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് ഈ കായ്കളൊക്കെ ഉണ്ടാകുന്നത്. ചുവപ്പ് നിറത്തിലുള്ള കൂടുതൽ ഭംഗിയുണ്ടാകും. അപ്പോൾ കാണാനായിട്ട് കടും പച്ച കൊച്ചിലകളാണ്. നല്ല വെയിൽ വേണം. ഇത് ബോൺസായി ആയിട്ടും വളർത്താം കേട്ടോ. നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. ഒരു കുറ്റിച്ചെടി പോലെ നല്ല ഭംഗിയായിരിക്കും. കമ്പെല്ലാം കോതിക്കൊടുക്കണം. സാധാരണ നമ്മൾ കമ്പ് കോതില്ലേ, അതുപോലെ കമ്പെല്ലാം കോതിക്കൊടുക്കേണ്ടതാണ് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവാനായിട്ട്. പിന്നെ ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ. പക്ഷേ എല്ലാ ഔഷധ ഗുണങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. അറിയുന്നത് പറയാം. പക്ഷേ അത് നിങ്ങൾ ഔഷധാചാര്യന്മാരോട് ചോദിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതെല്ലാ ചെടികളും അതെ. ചിലവർ തെറ്റിദ്ധരിച്ച് വേറെ വലുതൊക്കെ ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്വാസനാളികളിലെ തടസ്സങ്ങൾ മാറ്റുന്നു. ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതിന് പൂക്കൾക്കും വേരിനും ആസ്മ, കഫക്കെട്ട്, ചുമ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട്. ഇലയും പൂക്കളും അരച്ച് പുരട്ടുന്നത് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്, ചൊറിച്ചിലിന് നല്ലതാണ്. അതെല്ലാം പറയുന്നു. പക്ഷേ നിങ്ങളത് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. ഇതിന് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങളുണ്ട്. പനി കുറയ്ക്കാൻ ഇതിൻ്റെ ഇലയും തൊലിയും കഷായം വെച്ച് കുടിക്കാറുണ്ട്. ഇത് സുഗന്ധം എന്ന് പറഞ്ഞാൽ വല്ലാത്ത തീവ്രമായ സുഗന്ധമാണ് കേട്ടോ. അടുത്തുള്ളവരെല്ലാം അത് ശ്രദ്ധിച്ചു പോകും. ഇതിൻ്റെ ഒരു കമ്പ് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. കമ്പ് മുറിച്ചെടുക്കാറുണ്ട്. മനോഹരമായ സുഗന്ധമാണ് അത്. മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക. ആ സുഗന്ധം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക പക്ഷേ നിങ്ങൾക്കിപ്പോൾ എനിക്ക് എങ്ങനെ സുഗന്ധം നിങ്ങളെ അനുഭവിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതൊക്കെ നിങ്ങൾ നട്ട് വളർത്തിയാൽ മാത്രമേ ആ സുഗന്ധം ഉണ്ടാവുകയുള്ളൂ. ശാന്തത നൽകുന്നു ആ സുഗന്ധമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരാനന്ദം ഒക്കെ ഉണ്ടാവും. അതാണ് മാനസിക ഉല്ലാസം എന്നൊക്കെ പറയുന്നത്. പിന്നെ ധാരാളം പൂക്കളും ഉണ്ടാവും. പൂക്കളിൽ നിന്ന് എസൻഷ്യൽ ഓയിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ചിലവർ അഗർബത്തി ഉണ്ടാക്കുന്നു, പെർഫ്യൂം ഉണ്ടാക്കുന്നു. പ്രകൃതിദത്തമായ ഗുണമുള്ളതാണിത്. വായു ശുദ്ധീകരിക്കുന്നു. അന്തരീക്ഷത്തിലെ മലിനീകരണങ്ങൾ പ്രതിരോധിക്കാൻ ഈ മരത്തിന് കഴിവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമ്മളതെല്ലാം മതിമറന്നിരുന്നു പോകും. ഇത് ഏത് ചെടി എന്ന് നോക്കിപ്പോകും. സാധാരണ മുല്ല എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് പ്രത്യേകിച്ചൊന്ന് ഒരു തണൽ മരം കൂടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞ് വലിയ വൃക്ഷമൊന്നുമല്ല, ഒരു ഇടത്തരം വൃക്ഷം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൗകര്യമില്ലാത്തത് കൊണ്ട് അത് നമ്മൾ ചെറുതാക്കി നിർത്തും. ഔഷധമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതെല്ലാം നട്ടു വളർത്തുക. അതിൻ്റെ ആ സുഗന്ധമെങ്കിലും ആസ്വദിക്കാമല്ലോ. ഇതുപോലെയുള്ള ജാസ്മിനുണ്ട്. എത്രയോ തരം ജാസ്മിനാണ്, മുല്ലപ്പൂക്കളാണുള്ളത്. ആ കൂട്ടത്തിൽ ഈ പൂക്കളും കൂടി നിങ്ങൾ
അറിഞ്ഞിരിക്കുക. പലതരം ജാസ്മിനാണ്, അതിന് പല പേരാണ്. ചിലർ പറയുന്നത് വിച്ചി, പല പേരുകളും ഒക്കെ പറയും. പക്ഷെ ഇതിന് അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. കാട്ടുമാവ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ഇതും നട്ടു വളർത്തുക, ഇതിനെ കൂടി പരിചയപ്പെടുക. ഓറഞ്ച് ജാസ്മിൻ എന്നറിയുക, അല്ലെങ്കിൽ മരമുല്ല, കാട്ടുമാവ് എന്നെല്ലാം പറയാം നമുക്കതിനെ. എന്തായാലും ഇതിൻ്റെ സുഗന്ധം ഒരു പ്രത്യേക സുഗന്ധമാണ്, അതെനിക്ക് വിവരിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാം അത് നട്ടു വളർത്തിയാൽ മാത്രമേ അത് വിവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അലങ്കാര ചെടിയായിട്ട് നമുക്ക് വളർത്താമല്ലോ. ഔഷധ ഗുണങ്ങളൊന്നും അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും ഔഷധമായിട്ടൊന്നും എടുക്കാറില്ല. വല്ല പനിക്കൂർക്ക, തുളസി, ഇതൊക്കെ മാത്രമൊക്കെ അല്ലേ ഔഷധമായിട്ട്. പിന്നെ വളരെ അറിയപ്പെടുന്ന കുറച്ച് ഔഷധ സസ്യങ്ങൾ, അതെല്ലാം മാത്രമല്ലേ നമ്മൾ ഔഷധമായിട്ടെല്ലാം വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുകയും. വേപ്പില, കരിവേപ്പില കൂടാണ്ട് ആര്യവേപ്പില ഒരു ഫംഗസ് എല്ലാം മാറ്റുന്നതിന് നല്ലതാണ് കേട്ടോ. അത് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മളുടെ ദേഹം കഴുകുന്നതും സ്കിന്നിനും എല്ലാം നല്ലതാണ്. അങ്ങനെ പ്രകൃതിയിൽ ധാരാളം വിഭവങ്ങളുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിനെപ്പറ്റി അത്രയ്ക്ക് വലിയ അറിവില്ല. ഇതിനൊരു നാരകത്തിൻ്റെ പൂ പോലെയൊക്കെയാണ് ഏകദേശം. അത് നാരകത്തിൻ്റെ പൂ കണ്ടിട്ടില്ലാത്തവർ അപ്പം എന്ത് ചെയ്യും അല്ലേ? കൂപ്പ് കൈയോടെ ലക്ഷ്മി ശിവ്.